السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, പരപ്പനങ്ങാടി മേഖല SKSSF ഓൺലൈൻ സർഗലയ വേദിയിൽ നിങ്ങളുമായി എനിക്ക് സംസാരിക്കാൻ കിട്ടിയ വിഷയം പ്രവാചക നിന്ന നമ്മളെങ്ങനെ പ്രതികരിക്കണമെന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ വിഷയത്തിൻ്റെ കാതലായ വശങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് നമുക്കറിയാം, ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള പരിഹാസ രൂപത്തിലുള്ള കാർട്ടൂണുകളും സംഭവ വികാസങ്ങളും. ഈ ഒരു വിഷയത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, കാലങ്ങൾക്ക് മുമ്പ് ഹോളണ്ടിൽ നടന്നിട്ടുള്ള മഹാനായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള 786 എന്ന് പറയുന്ന ഫിലിമും, അതുപോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മോശമായ രീതിയിൽ ഒരു പാഠഭാഗത്തിൽ വന്നപ്പോൾ ആ ഒരു അധ്യാപകനെ ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമുക്കറിയാം. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും മഹാനായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പരിഹാസ രൂപേണ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോ ഈ ആധുനിക ഈ ഒരു അവസരത്തിൽ നവകാലഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശമാക്കിക്കൊണ്ട് ഫ്രാൻസിലെ പ്രധാനമന്ത്രി, അവിടുത്തെ പ്രസിഡന്റ് റസൂലുള്ളാഹി തങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുകയുണ്ടായി. അതിനെ ചൊല്ലി ഒരുപാട് രാജ്യങ്ങളിൽ മുസ്ലിങ്ങളൊക്കെ ആളിക്കത്തുകയുണ്ടായി. ഇതിനെ നമ്മളെങ്ങനെ പ്രതികരിക്കണമെന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ ഇശാഅത്ത് ചെയ്യുമ്പോൾ, വ്യാപിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് പരിഹാസവും ഒരുപാട് അക്രമങ്ങളും ഒരുപാട് കളിയാക്കലും ഒക്കെ സഹിച്ച വലിയൊരു മഹാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരിക്കൽ ഒരു സദസ്സിലേക്ക് മഹാനായ റസൂലുള്ളാഹി തങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ച ഒരു വ്യക്തി കടന്നു വരികയാണ്. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ പിടിച്ച് അദ്ദേഹത്തിന്റെ തോളിൽ പിടിച്ചുകൊണ്ട്, യാ കൽബ്, നീ അങ്ങോട്ട് പോകരുത്, നീ ശർറിനല്ലാതെ വരികയില്ലെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറെ, അവരെ അകത്തേക്ക് കടത്തി വിടുന്നു പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് എൻ്റെ മകനെ നിങ്ങൾ ബന്ദിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ മകനെ വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കദബ്ത, നീ കളവ് പറഞ്ഞിരിക്കുന്നു, നീ മലമുകളിൽ വെച്ച് എന്നെ വധിക്കാനുള്ള ശ്രമം നടത്തിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ആ ഒരു മുഅ്ജിസത്ത് കണ്ട് ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹിന്റെ റസൂലും ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ കാട്ടിയതുപോലെ ഒരു അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മതത്തിൽ പോയി ഇത് വലിയൊരു പ്രശ്നമാകുമായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി തങ്ങൾ കാണിച്ച ആ സമീപനം, റസൂലുള്ളാഹി തങ്ങളെ ചീത്തയിൽ വിളിച്ചപ്പോഴും റസൂലുള്ളാഹി തങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോഴും റസൂലുള്ളാഹി തങ്ങളെ അവരോട് കാണിച്ചിട്ടുള്ള ഒരു വാത്സല്യം, അത് യുദ്ധം കൊടുമ്പിരിക്കൊള്ളേണ്ട അവസ്ഥയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിനെയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാകേണ്ട ആളുകളാണ് നമ്മളെന്ന് എൻ്റെ നഫ്സിനോടും പിന്നെ നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിഹാസപ്പെടുത്തുമ്പോൾ, റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് മോശമായി ചിത്രീകരിക്കുമ്പോൾ, അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കുമ്പോൾ നമ്മളും അതേ സ്വഭാവക്കാരായി മാറുകയാണ്. മറിച്ച് ആ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചിട്ടുള്ള യഥാർത്ഥ മിതത്വം കാണിച്ചു തന്നിട്ടുള്ള ഹബീബാണ് റസൂലുള്ളാഹി തങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ എന്നോടും പിന്നെ നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.